പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കുറച്ച് ഞങ്ങളുടെ വിശേഷങ്ങളും അതേപോലെ ഒരു ഫേസ് പാക്കുമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് രണ്ട് കുട്ടികൾക്കും അവധിയാണ്. രണ്ടുപേർക്കും അവധി ആയതുകൊണ്ട് തന്നെ ഭയങ്കര മേടാണ് വീട്ടിൽ. അപ്പം ഞാനൊരു ഫേസ് പാക്ക് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് രണ്ടുപേർക്കും നൂഡിൽസ് വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ആദ്യം നൂഡിൽസൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവരെ ഒന്ന് ഒതുക്കി ഇരുത്തിയിട്ട് നമുക്ക് ഫേസ് പാക്കൊക്കെ ചെയ്യാമെന്ന്. അപ്പോൾ ഇന്നത്തെ ഫേസ് പാക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് പാക്ക് നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനും ഗ്ലോ ആക്കാനും നമുക്കൊരു പെട്ടെന്നൊരു ഫംഗ്ഷനൊക്കെ വരുവാണെങ്കിൽ പോകുന്നതിൻ്റെ തലേന്ന് ഒന്ന് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് അടിപൊളിയായിട്ട് ഫേസ് നന്നായിട്ട് ഗ്ലോ ആയി തുടുത്തിരിക്കാനും പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ്. അതും വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം നൂഡിൽസൊക്കെ ഉണ്ടാക്കാം, അതിന് ശേഷം നമുക്ക് ഫേസ് പാക്ക് കാണാം. അപ്പോൾ ഞാനിവിടെ നൂഡിൽസൊക്കെ ഉണ്ടാക്കി രണ്ടുപേർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ സ്കൂളിൽ പോകുന്നതിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലത്തെ വീഡിയോയിൽ എനിക്കത് ഉൾപ്പെടുത്താനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഇന്നത്തെ വീഡിയോയിൽ അത് ഉൾപ്പെടുത്താമെന്ന്. അപ്പോൾ ഈ കാണുന്നത് ഇന്നലെ ആയിരുന്നു നമുക്കിവിടെ മഴ കേട്ടോ. ഇന്ന് മഴയൊന്നുമില്ല. ഇന്നലെ നമ്മൾ സ്കൂളിലേക്ക് പോയപ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു. സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയാണ് കേട്ടോ. നല്ല മഴയാണ്. അപ്പം മഴയുള്ള സമയത്ത് ഇവിടെ കോടയൊന്നും ആൾക്കാരങ്ങനെ ചൂടത്തൊന്നുമില്ല. ഇതുപോലെ കോട്ടിട്ടിട്ട് അങ്ങോട്ട് പോകും. വളരെ ചുരുങ്ങിയ ആൾക്കാർ മാത്രമേ ഉള്ളൂ ഈ കോടയൊക്കെ ഉപയോഗിക്കത്തുള്ളൂ. അത് തന്നെയല്ല ഭയങ്കര കാറ്റാണ്. കോട യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കോടയൊക്കെ പറന്ന് പോകുന്ന പോലത്തെ കാറ്റാണ്. അപ്പം നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. കുട്ടികൾ രണ്ടുപേരും ഫ്രണ്ടിൽ ഓടുന്ന കണ്ടില്ലേ, അവിടെയാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്. നമ്മൾ അപ്പാർട്ട്മെൻറ്റിലേക്ക് തിരിയുന്ന സ്ഥലമായിട്ടുണ്ട്. അപ്പം നമ്മൾ അപ്പാർട്ട്മെൻറ്റിലെത്തി. ഇനി 2ാം നിലയിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ സ്റ്റെപ്പ് കയറി പോവുകയാണ്. ആ കുട്ടികൾ നിൽക്കുന്ന അവിടെ ഒരു ഡോറുണ്ട്, അവിടെയാണ് നമ്മുടെ സ്ഥലം. ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ഫാമിലി ഉണ്ട്. അപ്പം നമ്മൾ അങ്ങനെ റൂമിലെത്തി. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ബീട്രൂട്ടാണ്. എല്ലാവരുടെയും വീട്ടിൽ തന്നെ കാണുന്ന ഒരു സാധനമാണ് ബീട്രൂട്ട്. ഞാൻ ഇതിൻ്റെ ഒരു പകുതിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ആവശ്യമുള്ളൂ. നമ്മൾ ഒരു നേരത്തിനുള്ളതാണ് ചെയ്യുന്നത്. ഇതിൻ്റെ പോലും ജ്യൂസ് ഒത്തിരി അധികമായിട്ട് നമുക്ക് കിട്ടും. ബീട്രൂട്ട് ജ്യൂസ് നമ്മുടെ ഫേസിന് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു ഗ്രേറ്ററാണ്. ഗ്രേറ്ററിൻ്റെ ചെറിയ കള്ളി വെച്ചിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. എന്നിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ചെറിയ കള്ളി ആയതുകൊണ്ട് തന്നെ നല്ല തരിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിവിടെ എല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല തരിയായിട്ട് ചെറിയ പീസായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ജ്യൂസ് പിഴിയാനായിട്ട് എളുപ്പമാണ്. നമുക്കിതിൻ്റെ ജ്യൂസാണ് ആവശ്യം. അപ്പോൾ ഞാൻ വേറൊരു പാത്രം എടുത്ത് ജ്യൂസ് പിഴിയാം. ചെറിയ ഇതായിട്ട് എടുത്തിട്ട് നമ്മളിതുപോലെ പിഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ജ്യൂസ് കിട്ടും. നിങ്ങൾക്കിത് ആഴ്ചയിൽ 1, 2, 3 തവണയൊക്കെ ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഡെയിലി യൂസ് ചെയ്താലും ഒരു കുഴപ്പമില്ല. ബീട്രൂട്ട് അത്രയ്ക്ക് നല്ലതാണ് നമ്മുടെ സ്കിന്നിന്. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ജ്യൂസ് എല്ലാം തന്നെ പിഴിഞ്ഞെടുത്തു. നമുക്ക് ഇത്രയും ജ്യൂസിൻ്റെ ആവശ്യമില്ല. ഞാൻ ഇതിൽ നിന്ന് 2 സ്പൂൺ ജ്യൂസാണ് അതിലേക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നത്. ബാക്കിയുള്ള ജ്യൂസ് നമുക്ക് ഒരു 2-3 ദിവസം വരെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കി അപ്ലൈ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഈ ഒരു ജ്യൂസ് വെച്ചിട്ട് നമുക്ക് ലിപ്സിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും, നല്ലൊരു പിങ്ക് കളർ വരികയും ചെയ്യും. ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഒരിക്കലും വേസ്റ്റായി പോകത്തില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് ഹണിയാണ്. ഞാൻ 1 സ്പൂൺ ഹണി ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രം വെച്ചിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാം. പക്ഷേ ഞാൻ ഇവിടെ ഈ ഒരു ക്ലൈമറ്റിൽ നമുക്ക് ഒത്തിരി തണുപ്പുള്ള ക്ലൈമറ്റൊക്കെ ആയതുകൊണ്ട് എൻ്റെ സ്കിന്ന് നന്നായിട്ട് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രം വെച്ചിട്ട് ഇത് യൂസ് ചെയ്യാം. പക്ഷേങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈ ചെയ്യാൻ പോകുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ കൂടുതൽ ആഡ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും നല്ല എഫക്റ്റീവായിട്ടൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഡ്രൈനെസ് ഒക്കെ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അല്ലാത്തവർക്ക് അങ്ങനെയൊന്നും വേണ്ടാത്തവർക്ക് നമുക്ക് ഈ ഒരു 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി. നിങ്ങൾ ഇതേപടി തന്നെ അപ്ലൈ ചെയ്യുക. ഒരു വാട്ടർ കൺസിസ്റ്റൻസിയിലാണ് അപ്ലൈ ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം, പക്ഷേ നല്ലതാണ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ സ്കിന്നിലെ ഡ്രൈനെസ് ഒക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന കോക്കനട്ട് മിൽക്ക് പൗഡറാണ്. നമ്മൾ പാൽപ്പൊടി കിട്ടും, തേങ്ങാപ്പാലിൻ്റെ പാൽപ്പൊടി. അപ്പോൾ ഇവിടെ തേങ്ങയൊക്കെ ചില സമയങ്ങളിൽ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തേങ്ങാപ്പാലിൻ്റെ പാൽപ്പൊടി ഇങ്ങനെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നാട്ടിലും മിക്ക ആൾക്കാരും ഇങ്ങനെ തേങ്ങാപ്പാൽപ്പൊടി യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ 1 സ്പൂൺ തേങ്ങാപ്പാൽപ്പൊടി ഇതിനകത്തോട്ട് ചേർക്കുക. ഇനി ഇല്ല എങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞ്
1 സ്പൂൺ ചേർത്താലും മതി കേട്ടോ. ഡ്രൈനെസ് ഉള്ളവർക്ക് മാത്രം, ഡ്രൈനെസ് ഇല്ലാത്തവർക്ക് നോർമൽ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി. അത് വെച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്താലും അടിപൊളി റിസൾട്ട് കിട്ടും. ഇനി നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണേ. നിങ്ങൾക്ക് ഇതുപോലെ 3 ഇൻഗ്രീഡിയൻറ്റ് വെച്ച് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. നോർമലായിട്ടുള്ള ആൾക്കാർക്കും ഈ 3 ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് ചെയ്യാം. നന്നായിട്ട് സ്കിൻ നല്ല സോഫ്റ്റ് ആവാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു തേങ്ങാപ്പാലിൻ്റെ പൊടിയും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ. അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നിങ്ങൾ ഫേസ് പാക്ക് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം ഏതൊരു ഫേസ് പാക്കും അപ്ലൈ ചെയ്യാവുള്ളൂ. അപ്പം നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്ന വീഡിയോ കാണാം. അപ്പം നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഇനി ഒരു 20 മിനിറ്റ് വെച്ചതിന് ശേഷം വാഷ് ചെയ്ത് കളയാം. ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. നല്ല ഹെൽത്തി ആയിട്ടുണ്ട്, അതേപോലെ തന്നെ നല്ല ഗ്ലോ ആയിട്ടുണ്ട്, നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു ഫേസ് പാക്കാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ.